എന്നെ തൂർപ്പിക്കാൻ എത്ര അത്യാവശ്യം ഇത്ര നിനക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ നീ മാടന്മാരെ ഒന്നും പറയാനില്ല എൻ്റെ പൊന്നു മക്കളെ. ഇങ്ങനെ കുറേ തീട്ടങ്ങൾ തൂറാൻ മുട്ടി നിൽക്കുകയാണെന്നാണ് പറയണ ചേച്ചിക്ക്. തൂറാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ചെല്ലാൻ. ചേച്ചിക്ക് കൂട്ടുണ്ടെങ്കിലേ തൂറാൻ പറ്റുമെന്നാണ് ചേച്ചി പറയണത്. ഓ, ഇതൊക്കെ എവിടെ നിന്ന് വണ്ടി കയറി വരുന്നതെന്ന് ഒരു പിടിയില്ല പൊന്നാരേ. ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ കുറേ മൈരികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സാമാനം തുറക്കാൻ പറ്റൂല. ടിക്ടോക്ക് എന്ന് പറയുന്നത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പടക്കങ്ങളെ കൊണ്ട് കമോൺ ഗായ്സ് തുറന്നു വെച്ചിട്ടുണ്ട്. കുത്ത് ഗായ്സ്. അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പടക്കങ്ങൾ. ഒന്നും പറയാനില്ല പൊന്നേ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ കറാമ വൈബിലെ മറ്റേ റിയൽ എസ്റ്റേറ്റ് കുണ്ടിത്തമ്പിയില്ലേ, ശ്രുതി തമ്പിയുടെ കുടുംബക്കാരി വല്ലതും ആണെന്നാണ് തോന്നുന്നത് ഇവള്. കാരണം ഈ ശ്രുതി തമ്പി എന്ന് പറയുന്ന നോക്ക് തൂറാൻ കക്കൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ പരാതിയോട് പരാതിയാണ്. തൂറാൻ കക്കൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാലും ദുബായിൽ പോയാലും ഒന്നും പറയാനില്ല. ഇവളുമാരെ കൊണ്ടൊന്നും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കണം പൊന്നാരേ. എവിടെന്നെങ്കിലും ഏതെങ്കിലും ഊളകൾ ഒരു കമന്റ് ഇടും. ആ കമന്റും പിടിച്ചിട്ട് ഇവളുമാരിങ്ങോട്ട് വരും. തൂറാൻ പറ്റിയില്ല, തൂറാൻ പോകണം, ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചു വെക്കണം. അപ്പോൾ ആ തീട്ട അവിടെ അങ്ങോട്ട് നിൽക്കും. ഒരു വൃത്തികെട്ട സാധനങ്ങൾ. എവിടെ നിന്നാണ് വണ്ടി കയറി വരുന്ന ഈ ബാണങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നാര മുത്തുമണികളെ, നാട്ടിൽ ഈ സാമാനം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും അറിയാത്തത്. ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് നാട്ടിലൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയും. ഈ തീട്ടങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നു. വല്ലാത്ത ഗതികെട്ട സാധനങ്ങളാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സാമാനം തുറക്കാൻ പറ്റില്ല. കുറേ അമ്മായിമാർ ഇങ്ങനെ ഇരിക്കും. എന്തിനാണെന്നറിയോ? ലൈവ് ഗിഫ്റ്റ് തണ്ടാൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ പൈസ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഡ്രസ്സും ഇട്ടിട്ട് കുറേ പുട്ടിയൊക്കെ അടിച്ചിട്ട് രാത്രി 7 മണിയാകുമ്പോൾ തുടങ്ങും. കൊച്ചെന്നില്ല, വലുതെന്നില്ല. കെട്ടിയവനുണ്ടാവും, കെട്ടിയവളില്ലാത്തതുണ്ടാവും. കെട്ടിയവനുണ്ടെങ്കിൽ കെട്ടിയവൻ മാറി അവിടെ ഇരിക്കും. ഇവളമാർ ഇങ്ങ് തുറന്നു വിട്ടിട്ടുണ്ടാവും. വന്നിട്ട് തുറന്നു വെച്ചിട്ട് തുടങ്ങും കമോൺ ഗായ്സ് കുത്ത് ഗായ്സ്, കമോൺ ഗായ്സ് കുത്ത് ഗായ്സ് എന്ന് പറഞ്ഞിട്ട്. വല്ലാത്ത ഗതികേടാണ് മക്കളെ. വല്ലാത്തൊരവസ്ഥയാണ് പൊന്നാരേ. ഈ തീട്ടങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം മക്കളെ. ഒന്നും പറയാനില്ല. ഇതൊക്കെ എവിടെ നിന്ന് വണ്ടി കയറി വരുന്നെന്ന് അറിഞ്ഞൂടാ പൊന്നു മക്കളെ. ഇവിടുമാർക്കൊക്കെ എവിടെ നിന്നാണ്, ആരാണ് വിസ കൊടുക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. വല്ലാത്ത ഗതികെട്ട സാധനങ്ങളാണ്. ഒന്നും പറയാനില്ല ഇമാതിരി തീട്ടങ്ങളെ ഒന്നും. ഓ, കടുത്തു പോകണം മക്കളെ, കടുത്തു പോകണം. ഇതൊക്കെ എന്തിനാണ് ഇത് എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നതെന്നറിയോ? ഇതിൻ്റെയൊക്കെ കുടുംബക്കാർ കാണുന്നു. ഇവിടെ കിടന്ന് ഈ നായ്ക്കളെ കാണിച്ചു കൂട്ടുന്ന ഈ തീട്ടങ്ങൾ. ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് ഇതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ല? ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ തന്നെ ഇടുന്നത്. ജനങ്ങൾ കാണട്ടെ. ഇവളൊക്കെ തന്തയും തള്ളയും മക്കളും കെട്ടിയവന്മാരുണ്ടെങ്കിൽ കെട്ടിയവന്മാരും അവന്മാരും ഇവന്മാരൊക്കെ കാണട്ടെ. ഈ നായ്ക്കൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്.